മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിച്ചാലും സാരമില്ല, അവർ നന്മ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് എത്ര ഉന്നതമായൊരു ചിന്തയാണല്ലേ. അതായിരുന്നു വിശുദ്ധ പൗലോസ് ചിന്തിച്ചിരുന്നത്. നമുക്ക് ഇന്ന് അതേക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം. ഇന്നത്തെ പഠനത്തോടുകൂടി പൗലോസ് എഴുതിയ മറ്റൊരു മനോഹരമായ ലേഖനം നാം പഠിച്ചവസാനിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം. മറ്റെങ്ങും പൗലോസ് പറഞ്ഞിട്ടില്ലാത്ത തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതും ഏറ്റവും പ്രയാസമേറിയ അനേകം അനുഭവങ്ങൾ, താൻ കടന്നുപോയതായ അനേകം അനുഭവങ്ങൾ. അതൊന്നും അവനെ തളർത്തിയില്ല. കാരണം അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അവന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ്റെ ലക്ഷ്യം എന്തെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട നിമിഷം മുതൽ അവൻ ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. അതെ, അവൻ്റെ വഷളായിരുന്ന പഴയകാല ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിക്കുക എന്നതായിരുന്നു അവൻ്റെ ആവേശം. പൗലോസ് ഒരു മതം പ്രചരിപ്പിക്കുകയായിരുന്നില്ല. അവന് മതം പണ്ടുണ്ടായിരുന്നു. അവൻ തൻ്റെ ചിന്താഗതികളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നില്ല. തന്നിലുണ്ടായ മാറ്റം മറ്റുള്ളവരിലും ഉണ്ടായി കാണുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ ഭയാനകങ്ങളായ എതിർപ്പുകളെ നേരിടേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. ധൈര്യവാനായ ഒരുവനെ എപ്പോഴും അത് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. ഞാൻ അവൻ്റെ 1-2 അനുഭവങ്ങളൊന്ന് വായിക്കട്ടെ. നാം കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അവൻ പറയുന്നത് വാസ്തവത്തിൽ അവൻ എപ്പോഴും മരണത്തെ അഭിമുഖീകരിച്ചിരുന്നു എന്നാണ്. 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 2 കൊരിന്ത്യർ 6:4 മുതൽ, ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. എത്ര വലിയ അനുഭവങ്ങളാണല്ലേ. 7-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഞാൻ 2 വാക്യം വായിക്കട്ടെ. അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ഞങ്ങൾ മക്കദോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അതെ, മനോഹരമായിട്ടുള്ള തൻ്റെ ജീവിതാനുഭവങ്ങൾ, വേദനയുടെ മധ്യത്തിലും അവൻ അനുഭവിച്ചതായിട്ടുള്ള ആ വലിയ സന്തോഷം.
11-ാം അധ്യായത്തിലേക്കും കൂടി വന്ന് 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള 23 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത്, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേർ കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? അതെ, ഏറെ വിശ്വസ്തരായവരാണ് അധികം എതിർപ്പുകളെ നേരിടുന്നത്. പൗലോസിൻ്റെ ദൂത് അവൻ അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി അത് അറിയിച്ചിരുന്നുവെങ്കിൽ, ഈ പീഡനം മുഴുവൻ അവന് സഹിക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ്റെ തല അറുത്ത് കളയുവാൻ വെച്ചു കൊടുക്കുന്നത് വരെ അവൻ വിശ്വസ്തയോടെ ക്രിസ്തുവിനെ സേവിച്ചു. എത്ര വലിയ മാതൃക! നമുക്ക് ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം ഇന്ന് പഠിക്കാം. 13-ാം അധ്യായം, 2 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്താട്ടെ. അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പൗലോസ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. തൻ്റെ അപ്പസ്തോലത്വം പ്രാവർത്തികമാക്കാൻ 3-ാം പ്രാവശ്യം വീണ്ടും കൊരിന്തിലേക്ക് പോകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാം വ്യക്തമാക്കാൻ, തെളിയിക്കാൻ ഒരു അപ്പസ്തോലൻ്റെ അധികാരത്തോടെ താൻ പോകുന്നു. 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. ഒരു ബലഹീനനായി താൻ അവരുടെ മധ്യത്തിലേക്ക് ചെന്നു എങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ കൊരിന്ത്യരെ, കഠിനഹൃദയരായിരുന്നവരെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, അത് പൗലോസിൻ്റെ ശക്തിയാലല്ല, ദൈവവചനത്തിൻ്റെ ബലത്താൽ. ദൈവം തന്നെ അവനോട് പറഞ്ഞല്ലോ, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു. ദൈവത്തിൻ്റെ കൃപ അത് പൗലോസ് അനുഭവിച്ചപ്പോൾ തൻ്റെ സകല ബലഹീനതകളിലും അത് തന്നെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ദൈവവചനത്തിൻ്റെ ബലത്താൽ ഈ കഠിനഹൃദയരായിരുന്ന, അശുദ്ധിയിൽ ആറാടിയിരുന്ന കൊരിന്ത്യർ പശ്ചാത്തപിച്ച് രൂപാന്തരപ്പെട്ടവരായി തീർന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു ബലഹീനതയായി പൗലോസ് പറയുന്നു എങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം ക്രൂശിലേക്ക് നീങ്ങിയത് ദൈവത്തിൻ്റെ ബലഹീനത കൊണ്ട് എന്ന അർത്ഥത്തിലാണ്. അതെ, താൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ചു, മനുഷ്യവർഗത്തിനു വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നതാണ്. 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഒരു ആത്മപരിശോധനയുടെ ആവശ്യം ഇവിടെ ഊന്നിപ്പറയുന്നു. ഒരാണ്ടിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇത് നടത്തിയാൽ നന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും നാം ശ്രദ്ധിക്കണം. അവർ കർത്താവിൻ്റെ വഴിയിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നാം കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നാം മുഷിഞ്ഞു പോകാറുണ്ടല്ലേ? എന്നാൽ അതിനേക്കാൾ ഉപരി ക്ഷമയോടെ
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കുവാനായി നാം ശ്രദ്ധിക്കണം. 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. പൗലോസ് ഒരു ആത്മപരിശോധന നടത്തിയിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന്. അതെ, അത് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. 7-ാം വാക്യത്തിൽ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. തങ്ങൾ ആയിരിക്കേണ്ട വിധത്തിൽ ആയി കാണുവാനുള്ള പൗലോസിൻ്റെ ആഗ്രഹം വ്യക്തമാക്കുകയാണ്. 8-ാം വാക്യം, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും കഴിവില്ലല്ലോ. ഒരു വലിയ സത്യം ഇവിടെ അവൻ പറയുകയാണ്. സത്യത്തിന് വിരുദ്ധമായി താങ്കൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവവചനത്തോട് മറുതലിക്കുന്നവരെ പറ്റി നാം ഭാരപ്പെടേണ്ട. അവർക്ക് സത്യത്തോടൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ദൈവവചനം ധീരതയോടെ ഘോഷിക്കുക. അതിനെ ന്യായീകരിക്കാൻ നാം ഒരിക്കലും മെനക്കെടരുത്. ദൈവം അത് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രസംഗിക്കാൻ മാത്രമാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവവചനത്തെ നാം പിന്താങ്ങി അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടന്നാൽ യാതൊരു വിശേഷവുമില്ല. നമ്മുടെ സമയത്തിൽ കൂടുതലും നാം നമ്മെ ന്യായീകരിക്കുവാനാണ് കളയാറുള്ളതല്ലേ? എത്ര മഠേതരം! സത്യം എപ്പോഴും സത്യമായിരിക്കും. നാം ന്യായീകരിച്ചത് കൊണ്ടോ സംരക്ഷിച്ചത് കൊണ്ടോ അല്ല അത് സത്യമായിരിക്കുന്നത്. ദൈവം സത്യമാണ്. അവൻ സത്യത്തെ സംരക്ഷിച്ചുകൊള്ളും. നാം സത്യം പറഞ്ഞാൽ മാത്രം മതി. സത്യം എന്നാണെങ്കിലും തെളിയും. കള്ളം കാണിച്ചുകൊണ്ട് അധികം നാൾ തുടരാമെന്ന് ആരും ചിന്തിക്കരുത്. ഇതൊരു വലിയ പ്രോത്സാഹനം കൂടിയാണ്. പലപ്പോഴും നാം നല്ലത് പറയുമ്പോഴും സത്യം പറയുമ്പോഴും നന്മ ചെയ്യുമ്പോഴും നല്ല പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകും. ഞാൻ എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് ചിന്തിക്കുന്ന ആ പ്രവണത താങ്കളിലുണ്ട് എങ്കിൽ ഞാൻ താങ്കളുടെ പ്രോത്സാഹനത്തിനായി പറയട്ടെ, സത്യം മാത്രമേ വിജയിക്കൂ. ഇന്ന് അത് വിജയിച്ചില്ല എന്ന് തോന്നിയാൽ തന്നെ താങ്കൾ പിടിച്ചു നിൽക്കുമെങ്കിൽ ഒരിക്കലത് വിജയിക്കും. അന്ന് താങ്കൾക്ക് അതുവരെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ സമയമായിരിക്കും. എന്നുകണ്ട് നാം ബുദ്ധികെട്ട് പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സത്യത്തിനു വേണ്ടി നിൽക്കുന്നത് ഓരോ ദൈവവൈതലിൻ്റെയും ഉത്തരവാദിത്തമാണ്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാസ്ഥാനത്വം അഥവാ പൂർണ്ണത അല്ലെങ്കിൽ പക്വത, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ പക്വതയുള്ളവരായിത്തീരണം. കൃപയിൽ മുതിർന്ന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തുവിൽ വളരുക, അതാണ് പൗലോസിൻ്റെ ദൂത്. ക്രിസ്തുവിൽ വളരുക. 10-ാം വാക്യം, അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തു നിന്ന് ഇതെഴുതുന്നു. ഈ ലേഖനം എഴുതുന്നതിൽ താൻ സന്തുഷ്ടനാണ്. അവരെ പണിയുവാൻ, മെച്ചപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തിലാകുന്നു പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമാകുന്നു എന്ന്. 11-ാം വാക്യം, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടിരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. വീണ്ടും താൻ പറയുന്നു, യഥാസ്ഥാനപ്പെടുവിൻ, വളരുവിൻ. ശിശുക്കൾ എന്ന അവസ്ഥ മാറട്ടെ. ഇന്നത്തെ ഓരോ വിശ്വാസിയോടും പറയുവാനുള്ള ദൂതും ഇത് തന്നെയാണ്. വളരുവിൻ, ആത്മികമായി വളരുവിൻ. ദൈവവചനം അനുഭവിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരുവിൻ. വേറൊന്ന്, ആശ്വസിച്ചുകൊള്ളുവിൻ. ഈ ലേഖനം ആരംഭിച്ചപ്പോൾ പൗലോസ് ഉപയോഗിച്ചതായ ആ വാക്കിലേക്ക് അവൻ വീണ്ടും പോകുന്നു. അതെ, ദൈവികാശ്വാസം. അതിൻ്റെ അർത്ഥം സഹായം എന്നുള്ളതാകുന്നു എന്നോർക്കണം. നമ്മെ സഹായിക്കുവാൻ, ശക്തീകരിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്ന അർത്ഥമാണിവിടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് താങ്കളെ സഹായിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കൾ ആരാകുന്നു എന്നതോ എവിടെയാകുന്നു എന്നതോ എങ്ങനെയാകുന്നു എന്നതോ ഒരു പ്രശ്നമല്ല സുഹൃത്തെ. ദൈവം താങ്കളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിച്ച് തൻ്റെ വചനത്തിലൂടെ അവന് താങ്കളെ സഹായിക്കാം.
ഇന്ന് പലർക്കും ആവശ്യം വസ്തുമയമായതെന്തെങ്കിലും അല്ല, പിന്നെയോ ഒരു ആശ്വാസവാക്ക്, നല്ല ഒരു ആലോചന. അതെ, അവിടുന്ന് ആശ്വാസദായകനാണ്, നല്ല ആലോചനക്കാരനാണ്. ഇതെത്ര മഹത്തായ വാക്യങ്ങളാണല്ലേ! നമ്മെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം പക്വതയിലേക്ക് വളരണം. സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. പിന്നെയോ സത്യത്തിനു വേണ്ടി മാത്രം, ദൈവത്തിനു വേണ്ടി ഇപ്രകാരത്തിലുള്ള പ്രോത്സാഹനവുമായി നാം മുന്നേറേണ്ടതുണ്ട്. നാം ആ ദർശനം പ്രാപിച്ചവരായി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പൗലോസ് പറയുന്ന ഏക മനസ്സുള്ളവരാകുവിൻ. ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ഏക മനസ്സ്. ഒന്നാമതായി നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സോട് താതാത്മ്യപ്പെടണം. അതാണല്ലോ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. താങ്കൾക്കും എനിക്കും ക്രിസ്തുവിൻ്റെ മനസ്സാകുന്നു ഉള്ളതെങ്കിൽ നാം തമ്മിൽ പിന്നെ ഏത് കാര്യത്തിൽ ഭിന്നിക്കാനാ? പിന്നെ തമ്മിൽ വെറുക്കേണ്ട ഒരാവശ്യവുമില്ല. ഏക മനസ്സാണ്. ഇന്ന് ക്രിസ്തുവിൻ്റെ മനസ്സല്ല, എങ്ങനെയെങ്കിലും ഒരു രമ്യതയിൽ എത്തിച്ചേരുവാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യൻ. ദൈവം നമുക്ക് നല്ലൊരു മാതൃക തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആ മനസ്സ് അനുകരിക്കൂ, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടാകട്ടെ. ഏക മനസ്സുള്ളവരാകുവിൻ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുടുംബങ്ങളിലെ പ്രശ്നം ഇതല്ലേ? ഒരു മനസ്സല്ല, എല്ലാവരും പതറിയിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു. വലിയ പ്രശ്നം. ഫലമോ യാതൊരു സമാധാനവുമില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നുവെങ്കിൽ നമുക്ക് അന്യോന്യം അംഗീകരിക്കുവാൻ സാധിക്കും. വേറൊരു കാര്യം പറയുന്നത്, സമാധാനത്തോടിരിപ്പിൻ. സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നതല്ല, എന്നാൽ സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. സമാധാനത്തോടെ ഇരിപ്പിൻ. സമാധാനം നമുക്ക് ലഭിക്കുന്നത് സമാധാന പ്രഭു അത് നമുക്ക് തരുമ്പോൾ മാത്രമാണ്. അത് അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സമാധാനം സ്വന്തമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് ലഭിക്കുമെന്ന്. കാൽവറിയിലെ രക്തത്താൽ സമ്പാദിതമായ സമാധാനം. ആ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. നാം നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കണം. ദൈവം താങ്കളോട് കൂടെ ഇരിക്കും, താങ്കൾ തനിയെ അല്ല എന്ന ആ വലിയ ചിന്ത, അവിടുത്തെ സാന്നിധ്യം താങ്കളെ സഹായിക്കും. ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അതത്രേ. ഏകാന്തതയുടെ ഒരു ലോകത്തിൽ ഞാൻ തനിയെ അല്ല എന്ന സത്യത്തോളം വലിയ പ്രോത്സാഹനം മറ്റെന്താണ്? ആരും എന്നെ കാണുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, ഞാൻ തനിയെ ആകുന്നു എന്ന് ചിന്തിക്കുന്ന സുഹൃത്തെ, താങ്കൾ ഒരു ദൈവപൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾ തനിയല്ല. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം താങ്കളോട് കൂടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യം തൻ്റെ മക്കളുടെ ഭയം നീക്കുന്നതാണ്. അവിടുന്ന് സർവശക്തനാണ്, സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമാണ്. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും കൈവിട്ടെന്നാൽ കൈവിടാത്ത ദൈവ സാന്നിധ്യം താങ്കളോട് കൂടെയിരിക്കുന്നതാണ്. വേർപാടിൻ്റെ വേദനയുമായി കഴിയേണ്ടി വരുമ്പോഴും കൂടെയിരുന്ന് സമാധാനിപ്പിക്കുന്ന ഉത്തമ സുഹൃത്താണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ എത്ര വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യനും നമ്മെ സഹായിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, ഒരു മനുഷ്യനും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, അതെ, നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സഹായിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ള മനുഷ്യർ കാണുമ്പോൾ അവർ പറയും, അതെന്തുണ്ട്, അതിനേക്കാൾ വലിയ പ്രശ്നമാണല്ലോ ഞാൻ അഭിമുഖീകരിക്കുന്നത്.
വാസ്തവമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രശ്നം മറ്റ് ആരുടെ പ്രശ്നത്തെക്കാളും വലുതാണ്. അതെ, അങ്ങനെ വരുമ്പോൾ നാം മറ്റുള്ളവരെ ഒരുപക്ഷെ ഗൗനിച്ചില്ല എന്ന് വന്നേക്കാം, ഗണ്യമാക്കിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ അതിൻ്റേതായ ഉള്ള അവസ്ഥയിൽ, അതിൻ്റേതായ ഗൗരവത്തിൽ, അതിൻ്റേതായ ആഴത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി കൂടെയിരിക്കുകയും ചെയ്യുന്ന ദൈവം. എന്തെല്ലാം പ്രശ്നങ്ങളാണില്ലേ? നാം പലപ്പോഴും പ്രശ്നങ്ങളിൽ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നിരിക്കേണ്ടി വരുമ്പോഴും അരികത്തിരുന്ന് സ്വാന്തനമരുളുന്ന അരുമനാഥൻ. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സാഹചര്യങ്ങളാൽ സ്വന്തം വീട്ടിൽ നിന്നും അകന്നു ജീവിക്കുന്ന അനേകരുടെ വേദനാനിർഭരമായ കത്തുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാതെ വർഷങ്ങളോളം അന്യനാട്ടിൽ കഷ്ടപ്പെടുമ്പോൾ തങ്ങളുടെ വേദനകൾ ആരോടൊന്ന് പറയുവാൻ കഴിയും? മനുഷ്യരൊക്കെ നോക്കിയിട്ട് പറയും, ആ എന്നാ വേണം, പണം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. കുറ്റപ്പെടുത്തുന്നു. നാം തെറ്റിൽ വീഴുമ്പോഴും മനുഷ്യർ കുറ്റപ്പെടുത്തുന്നു. അതെ, ഏത് സാഹചര്യത്തിലും ആത്മസഖിയായ അരുമനാഥൻ, ക്രിസ്തുനാഥൻ താങ്കളോടൊപ്പം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ നാം നമ്മുടെ അരികിലേക്ക് ക്ഷണിക്കുക മാത്രമേ വേണ്ടൂ. അവനെ നാം അംഗീകരിക്കുക മാത്രമേ വേണ്ടൂ. അവനോടൊപ്പം ജീവിതം നാം അനുഗ്രഹപ്രദമാക്കും എന്ന കാര്യം മറക്കരുത്. അവിടുത്തെ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നതാണ്. അവിടുത്തെ സാന്നിധ്യം ഒന്നാമത് നമ്മുടെ ഭയമകറ്റുന്നതാണ്. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആർക്ക് നമ്മെ എന്ത് ചെയ്യുവാൻ സാധിക്കും? ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം, എല്ലാ ഭയങ്ങളും അകറ്റുന്നതാണ് ദൈവസാന്നിധ്യം. മാത്രമല്ല, ദൈവസാന്നിധ്യം നമ്മെ എപ്പോഴും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നതാണ്, ധൈര്യപ്പെടുത്തി വഴി നടത്തുന്നതാണ്. പൗലോസ് പറയുന്നു, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. എത്ര മനോഹരമായ ആശീർവാദ വചനമില്ലേ? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം. അവിടുന്ന് സ്നേഹത്തിൻ്റെ ദൈവമാണ്, സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇത് മാത്രം ധ്യാനിക്കുന്നത് ജീവിതം ഏറ്റവും ഫലപ്രദമാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കുമില്ലേ? 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ. വിശുദ്ധ ചുംബനം പുരുഷനും സ്ത്രീക്കും നൽകുന്നത് ഉത്തമമാണ്. ആദിമസഭയിൽ ഇത് പ്രചാരത്തിലിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. 13-14 വാക്യങ്ങൾ, വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലന്റെ ഈ ആശീർവാദ വചനങ്ങൾ കൊരിന്തിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്കും, അതെ, ലോകത്തിലുള്ള എല്ലാ വിശ്വാസിക്കും വേണ്ടി ദൈവം നൽകിയതാണ്. ആ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നതാണ്. അതിമനോഹരമായ ആശീർവാദ വചനമില്ലേ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവിക ആശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായ ഈ ലേഖനം അനേക വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. പൗലോസ് വളരെ സന്തോഷത്തിലാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതെ, തങ്ങളുടെ തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് എപ്പോഴും സ്വർഗം സന്തോഷിക്കുന്നു, ദൈവമക്കൾ സന്തോഷിക്കുന്നു. സഭയിൽ അത് സന്തോഷത്തിനുള്ള മുഖാന്തരമായി തീരുന്നു. തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുന്നവരെ കർത്താവ് സ്വീകരിക്കുന്നു. എന്നും അങ്ങനെയാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ, അത് നമ്മോട് സംസാരിക്കുമ്പോൾ സ്വയപരിശോധന ചെയ്യുവാനും ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും നാം തയ്യാറാകണം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ദൈവത്തിനു വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് എത്ര നല്ല മാതൃകയാണ് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ,
ഈ ദിവസങ്ങളിൽ പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുവാൻ, അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനം പഠിക്കുവാൻ അവിടെ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ജീവിതവും ഇതുപോലെ സാധ്യതകൾ നിറഞ്ഞതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. പലപ്പോഴും എതിർപ്പുകളും പീഡനങ്ങളുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ മടുത്തു പോകാറുണ്ട്, പിന്മാറിപ്പോകാറുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ലക്ഷ്യമുള്ള വ്യക്തികളായി മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പഠിച്ച എല്ലാ പാഠങ്ങളും ജീവിതത്തിൽ ഞങ്ങൾ അനുവർത്തിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇന്ന് ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു പുതിയ പുസ്തകവുമായി തുടങ്ങാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.